ക്ഷേത്രങ്ങളിൽ പരമ്പരാഗത വെടിക്കെട്ട് ഒഴിവാക്കി ആധുനിക രീതിയിലുള്ള വെടിക്കെട്ട് നടത്താൻ ആലോചനയുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ്. ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതി അംഗങ്ങളുമായി ഇന്ന് ആലോചനാ യോഗം ചേരും. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഈ വെടിക്കെട്ട് അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ നമ്മൾ വേക്കപ്പ് കേരളയിലടക്കം ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ആധുനിക സംവിധാനങ്ങൾ കൃത്യതയോടെ ഉപയോഗിക്കുന്നതിനെ പറ്റി. ഇപ്പോഴത്തെ അങ്ങനൊരു ആലോചന വന്നിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ഇത്തരത്തിൽ അടുത്തിടെ ഉണ്ടായ വെടിക്കെട്ട് അപകടങ്ങൾ, പ്രത്യേകിച്ച് മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം ഉൾപ്പെടെ, അതുപോലെ തന്നെ മറ്റിടങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിക്കുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയുടെ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ്. അതായത് ഈ പരമ്പരാഗത രീതിക്കുള്ള വെടിക്കെട്ട്, അതിൽ ശബ്ദവും അതുപോലെ തന്നെ വെളിച്ചവും ഒക്കെ തന്നെ ഒരുപോലെയാണ്. അതിൻ്റെ ഒരു കാഠിന്യം, ശബ്ദത്തിൻ്റെ കാഠിന്യം കൂട്ടുന്നതനുസരിച്ച് അതിലുപയോഗിക്കുന്ന മരുന്നുകളുടെയൊക്കെ രീതിയൊക്കെ തന്നെ വ്യത്യാസമുണ്ടാകും. പക്ഷേ ആധുനിക രീതിയിലുള്ള വെടിക്കെട്ട് അങ്ങനെ കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ പരമാവധി ഒഴിവാക്കാം എന്നുള്ളതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിൻ്റെ ഭാഗമായാണ് ഒരു പ്രാഥമികമായ ചർച്ചകൾക്ക് ഇന്നിപ്പോൾ തുടക്കം കുറിക്കുന്നത്. എല്ലാ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള വെടിക്കെട്ടുകൾ നടത്താനാണ് ഇന്നിപ്പോൾ ആലോചനാ യോഗം വിളിച്ചിരിക്കുന്നത്. ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതി അംഗങ്ങളെയും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ചർച്ചയ്ക്കായി വിളിച്ചിരിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാരും അതുപോലെ തന്നെ ജില്ലയിലെ റവന്യൂ വകുപ്പിൻ്റെ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ചുമതലകൾ ഉള്ള ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഒരു പ്രാഥമിക ഘട്ടത്തിലുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. ഇങ്ങനെ ഒരു തീരുമാനം ഒരുപക്ഷെ ഇന്ന് ഉണ്ടായേക്കില്ല, പക്ഷേ ഇത്തരത്തിലൊരു മാറ്റത്തിൻ്റെ ഒരു തുടക്കം എന്നുള്ള ഒരു ചർച്ച, അതാണ് ഇന്നിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിക്കാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു ചർച്ച വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ സമാനമായ രീതിക്ക് ആധുനിക രീതിയിലുള്ളൊരു വെടിക്കെട്ട് നടത്തിയത്. അത് കാണാനായി ഒരുപാട് ആളുകളും എത്തിയിരുന്നു. അത് പ്രത്യേകിച്ചും ആ വർണ്ണവും വെളിച്ചവും ഒക്കെ തന്നെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള വെടിക്കെട്ടാണ്. അത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിനോടകം തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് അത്ര സുപരിചിതമല്ല. അതിലേക്ക് കടക്കാനായുള്ളൊരു തയ്യാറെടുപ്പാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് നടത്തുന്നത്.